നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. ഇത്തവണ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ടീമാണ് രാജസ്ഥാൻ റോയൽസ്. സഞ്ജു സാംസൺ എന്ന അധികായകനായ നായകൻ ഇത്തവണ രാജസ്ഥാൻ റോയൽസ് വിട്ട് CSKയിലേക്ക് കൂടുമാറിയപ്പോൾ എന്താകും രാജസ്ഥാൻ ടീമിന്റെ ഭാവി എന്നാണ് എല്ലാ ആരാധകരും ഉറ്റുനോക്കിയിരുന്നത്. റിയാൻ പരാഗ് എന്ന പകരക്കാരനെ പ്രഖ്യാപിച്ച് രാജസ്ഥാൻ ഇത്തവണ മുന്നോട്ട് പോയപ്പോൾ എന്താകും അവസ്ഥ എന്നത് വലിയ ആശങ്കയായി മുന്നിലുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന നിലയിലാണ് അദ്ദേഹം ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. ആദ്യത്തെ 4 മത്സരങ്ങളിലും എല്ലാ എതിരാളികളെയും നിഷ്പ്രഭമാക്കുന്ന പ്രകടനമാണ് റിയാൻ പരാഗിന് കീഴിൽ രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചത്. ഇതോടുകൂടി രാജസ്ഥാൻ റോയൽസ് ഇത്തവണ സഞ്ജു ഇല്ലാതെയും ഗംഭീര പ്രകടനത്തോടെ മുന്നോട്ട് പോകുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. എന്നാൽ അവസാന 2 മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിന് തൊട്ടതെല്ലാം പിഴച്ചു. ജയിക്കേണ്ട കളിയാണ് 2 മത്സരങ്ങളിലും നശിപ്പിച്ച് കളഞ്ഞതെന്ന് തന്നെ പറയാം. ഇതിന് പിന്നാലെ ഏറ്റവും കൂടുതൽ വിമർശനം ഉയരുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ റിയാൻ പരാഗിനെതിരെയാണ്. ഏറ്റവും ഒടുവിലായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരത്തിൽ 4 വിക്കറ്റിനാണ് രാജസ്ഥാൻ റോയൽസ് തോറ്റത്. രാജസ്ഥാൻ റോയൽസിന്റെ ഈ തോൽവിക്ക് പ്രധാന കാരണം റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയാണെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. ഈ ആരോപണത്തെ തെറ്റാണെന്ന് പറയാനും സാധിക്കില്ല. കാരണം പരാഗിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില വീഴ്ചകൾ രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതിൽ എടുത്തു പറയേണ്ടത് രവീന്ദ്ര ജഡേജയെ ഉപയോഗിച്ച രീതിയാണ്. 3 ഓവറിൽ 8 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് വീഴ്ത്തി രവീന്ദ്ര ജഡേജ KKRനെ വരിഞ്ഞു മുറുക്കിയിരുന്നു. എന്നിട്ടും 4-ാം ഓവർ എന്തുകൊണ്ട് ജഡേജയ്ക്ക് നൽകിയില്ല എന്ന ചോദ്യമാണ് പരാഗിന് മുന്നിൽ ആരാധകർ ഉയർത്തുന്നത്. രവീന്ദ്ര ജഡേജയെ തടഞ്ഞപ്പോൾ പരാഗ് ഒരു ഓവറിൽ പന്തെറിയാൻ വന്നു. ഒരു ഓവറിൽ 10 റൺസ് വിട്ടുകൊടുത്ത അദ്ദേഹത്തിന് വിക്കറ്റൊന്നും നേടാനുമായില്ല. നന്ദ്രെ ബർഗർ 2 ഓവറിൽ 20 റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടിയിരുന്നു. എന്നാൽ പിന്നീടുള്ള 2 ഓവറിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പരാഗ് തയ്യാറായില്ല. ഇതെന്തുകൊണ്ടാണെന്ന ചോദ്യം ഇപ്പോൾ അശ്വിൻ അടക്കം ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ്. പരാഗിന് സീനിയർ താരങ്ങളോട് അസൂയയാണോ എന്ന ചോദ്യമാണ് അശ്വിൻ ഉയർത്തുന്നത്. രാജസ്ഥാന്റെ ബൗളിംഗ് നിരയെ പരാഗിന് വിശ്വാസമില്ല. സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു എന്ന് തന്നെയാണ് കൂടുതൽ ആരാധകരും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നത്. റിയാൻ പരാഗിന് സീനിയർ താരങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. ചില തെറ്റായ തീരുമാനങ്ങൾ ടീമിനെ പിന്നോട്ടടിക്കുകയാണ്. രവീന്ദ്ര ജഡേജ നിലവിലെ ഏറ്റവും മികച്ച ഇടംകൈയ്യൻ സ്പിന്നർമാരിൽ ഒരാളാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് 4-ാമത്തെ ഓവർ നൽകാതിരുന്നത് എന്ന പ്രസക്തമായ ചോദ്യം അശ്വിൻ രാജസ്ഥാൻ ടീം മാനേജറിന് മുന്നിലേക്ക് വെക്കുകയാണ്. ഇതേ ചോദ്യം തന്നെയാണ് ആരാധകർക്കും ഉയർത്തിക്കാട്ടാനുള്ളത്. അവസാന മത്സരത്തിൽ KKRനെതിരെ അനായാസമായി തന്നെ രാജസ്ഥാൻ ജയിക്കേണ്ടതായിരുന്നു. റിങ്കു സിംഗ് ആണ് അർദ്ധ സെഞ്ചുറിയോടെ KKRന്റെ വിജയശില്പിയായി മാറിയത്. എന്നാൽ വെറും 8 റൺസിൽ നിൽക്കെ റിങ്കു സിംഗിനെ പുറത്താക്കാനുള്ള അവസരം രവീന്ദ്ര ജഡേജ സൃഷ്ടിച്ചതാണ്. ഔട്ട്സൈഡ് ഓഫ് സ്റ്റമ്പിൽ പുറത്തെത്തിയ പന്തിൽ റിങ്കു സിംഗ് സ്വീപ്പ് ഷോട്ടിന് ശ്രമിച്ചപ്പോൾ എഡ്ജായി പന്ത് വായുവിലുയർന്നു. നന്ദ്രെ ബർഗർക്ക് അനായാസമായി കയ്യിലൊതുക്കാം ആയിരുന്ന പന്തിനെ പക്ഷേ അദ്ദേഹം കൈവിട്ട് കളഞ്ഞു. ഇത് മത്സരത്തിന്റെ ഫലത്തിൽ നിർണായക മാറ്റവും വരുത്തി. അതിനുശേഷം ജഡേജയ്ക്ക് കാര്യമായ അവസരം നൽകാൻ പരാഗ് തയ്യാറായില്ല. മറ്റു ചില പരീക്ഷണങ്ങളിലൂടെയാണ് പരാഗ് കടന്നുപോയത്. ഇത് ടീമിന്റെ തോൽവിക്ക് കാരണമായി മാറുകയും ചെയ്തു. ഇതിൽ എടുത്തു പറയേണ്ടത് റിയാൻ പരാഗ് ബ്രിജേഷ് ശർമ്മയെ ഉപയോഗിച്ച രീതിയാണ്. ഡെത്ത് ഓവറുകളിൽ അദ്ദേഹത്തിന് പന്ത് കൊടുത്തപ്പോൾ 1.4 ഓവറിൽ 21 റൺസാണ് ബ്രിജേഷ് വിട്ടുകൊടുത്തത്. വിക്കറ്റ് ഒന്നും നേടാൻ അദ്ദേഹത്തിന് സാധിക്കാതെയും പോയി. ഇത്തരമൊരു അനാവശ്യ പരീക്ഷണം എന്തിനായിരുന്നു എന്ന ചോദ്യം പരാഗിന് മാത്രം അറിയാവുന്ന ഉത്തരമാണ്. ഇത് രാജസ്ഥാനെ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് തന്നെ നിസ്സംശയം പറയാവുന്നതുമാണ്. പരാഗിന്റെ ബാറ്റിംഗ് പ്രകടനത്തിനെതിരെയും വലിയ വിമർശനം ഉയരുന്നു. സഞ്ജു സാംസണിന്റെ അഭാവത്തിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കളിക്കാൻ പരാഗിന് സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും നിരുത്തരവാദിത്തപരമായ ഷോട്ടുകൾ കളിച്ച് അദ്ദേഹം വിക്കറ്റുകൾ നശിപ്പിച്ച് കളയുകയാണ്. വെറും ഷോ മാത്രമായി റിയാൻ പരാഗ് മാറുന്നു എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 6 മത്സരങ്ങൾ പൂർത്തിയാവുമ്പോൾ വെറും 63 റൺസ് മാത്രമാണ് പരാഗിന്റെ സമ്പാദ്യം. 20 റൺസാണ് അദ്ദേഹത്തിന്റെ ഉയർന്ന സ്കോർ. രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യത്തെ 4 മത്സരങ്ങളിലെയും പ്രകടനം നോക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ഓപ്പണർമാരുടെ മികവ് തന്നെയാണ്. യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും നൽകുന്ന വെടിക്കെട്ട് തുടക്കമാണ് രാജസ്ഥാനെ 4 മത്സരങ്ങളിലും ജയിപ്പിച്ചത്. ഈ കഴിഞ്ഞ KKRനെതിരായ മത്സരത്തിലും ഈ കൂട്ടുകെട്ട് മികച്ച തുടക്കം നൽകി. എന്നാൽ മധ്യനിരയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ. ധ്രുവ് ജുറേലും ഷിംറോൺ ഹെറ്റ്മേയറും സ്ഥിരതയോടെ കളിക്കുന്നില്ല. ഇത് രാജസ്ഥാനെ പിന്നോട്ടടിക്കുകയാണ്. രാജസ്ഥാന്റെ ബൗളിംഗ് നിര ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കുന്നുണ്ടെങ്കിലും ഇവരെ വേണ്ടവിധം ഉപയോഗിക്കുന്നതിൽ റിയാൻ പരാഗിന് പാളിച്ചു പറ്റുന്നു. സഞ്ജു സാംസൺ ടീം വിട്ടപ്പോൾ രാജസ്ഥാൻ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞവർ ഇപ്പോൾ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിൽ രാജസ്ഥാൻ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ന നിലയിലേക്ക് മാറ്റി പറയുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങൾ രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. നിലവിൽ 3-ാം സ്ഥാനത്തേക്ക് രാജസ്ഥാൻ പിന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയാൽ മാത്രമേ രാജസ്ഥാന് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പരിശീലകൻ എന്ന നിലയിൽ കുമാർ സംഗക്കാരിക്കും ക്യാപ്റ്റൻ എന്ന നിലയിൽ റിയാൻ പരാഗിനും ഇനിയുള്ള ഓരോ മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ശക്തമായ പ്രകടനത്തോടെ പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ തിരിച്ചെത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയാം.